പ്രഗ്നൻസി സമയത്ത് ക്രേവിങ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അത് ഇത്ര വലിയ പണിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഹോട്ട് ചോക്ലേറ്റിൽ തുടങ്ങിയതാണ്. ആൾക്ക് ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ കിട്ടിയ ചോക്ലേറ്റ് ഞാൻ മേടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ വായിൽ വെച്ച് ആഹാ അടിപൊളി എന്ന് പറഞ്ഞ് പോയ പോക്കാണ്. പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാക്കി ഫുള്ള് ഞാനാണ് കഴിച്ചത്. അതുപോലെ വട വേണമെന്ന് പറഞ്ഞു, ലൈം വേണമെന്ന് പറഞ്ഞു, ബിരിയാണി വേണമെന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഒറ്റയടിപ്പിന് ഇതൊക്കെയുള്ള വെട്ടി വിഴുങ്ങുന്നു. ഇത് മൊത്തം കഴിച്ചത് ഞാനാണ്. കണ്ടില്ലേ, ഇതൊന്നും ഇവർ കഴിക്കില്ല. ഒരു പിടി വായിൽ വെച്ചിട്ട് പറയും എനിക്ക് മതി, ബാക്കി നീ കഴിച്ചു വന്ന്. ഇതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയുള്ള ആൾക്കാരും തടിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചേച്ചിനെയാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവളുടെ എൻ്റെ ലൈഫും അവളുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്മോളിൽ വന്നിട്ട് ഞങ്ങൾ ഒരിക്കലും കയറാത്ത ഏരിയയിലാണ് ഇന്ന് അവൾ എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. സാധാരണ വെസ്റ്റ് സൈഡ്, സുഡിയോ, ട്രെൻഡ്സ്, മാക്സ് എന്ന് പറഞ്ഞാൽ അലയുന്ന ഞങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ചില സമയത്ത് അവൾ കുഞ്ഞു കുട്ടീനെ പോലെയും ചില സമയത്ത് അവൾ അമ്മമാരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ബിക്കോസ് ഇവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനെ തല്ല് പിടിക്കുന്നില്ല, എപ്പോഴും കാണുന്നില്ല. ആക്ച്വലി അത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. എന്നാലും നമ്മൾ ഹാപ്പിയാണ് ബിക്കോസ് വി ആർ വെയിറ്റിംഗ് ഫോർ എ ലിറ്റിൽ വൺ.